ആയുധപുരയിൽ ന്യൂക്ലിയർ വെപ്പൺസിന്റെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ എന്നും മുമ്പിലാണ് റഷ്യ. ലോകത്ത് ആകെയുള്ള ആണവായുധങ്ങൾ 12,512 എണ്ണമാണ്. അതിൽ 5,899 എണ്ണവും റഷ്യയുടെ കൈകളിലാണ്. തൊട്ടുപുറകിലായി 5,244 എണ്ണവുമായി അമേരിക്കയുണ്ട്. ഇത്രയധികം ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഫേവറിറ്റാണ് ബ്യൂർവെസ്നിക്. അതേ ആണവശേഷിയുള്ള 9M370 ബ്യൂർവെസ്നിക് ന്യൂക്ലിയർ മിസൈൽസ്. പുടിൻ ഏറെ അഭിമാനത്തോടെ ഇവനെ വിളിക്കുന്നത് അജയൻ എന്നാണ്. സത്യത്തിൽ ഇവന്റെ സ്പെക്ക് വായിച്ചാൽ ആളൊരു അജയൻ തന്നെയാണ്. കൊടുങ്കാറ്റിന്റെ വേഗതയുള്ള കടൽ കഴുകൻ എന്ന് അർത്ഥമുള്ള ബ്യൂർവെസ്നിക് മിസൈലുകൾക്ക് ആണവശേഷിക്കുപരിയായി ന്യൂക്ലിയർ വാർഹെഡുമായി കുതിച്ചു പായുവാൻ കഴിയുകയും ചെയ്യും. പരമ്പരാഗതമായ ടർബോ ജെറ്റുകൾക്ക് ഇന്ധനം സ്റ്റോർ ചെയ്യുന്നതിന് ഏറെ പരിമിതികൾ ഉള്ളപ്പോഴാണ് അതിശക്തമായ പ്രൊപ്പൽഷൻ മേന്മയോടെ ബ്യൂർവെസ്നിക്കിന്റെ വരവ്. ഈ ഒരു സവിശേഷത കൊണ്ട് മാത്രം റഷ്യയുടെ ഏത് ഭാഗത്തു നിന്ന് വിക്ഷേപിച്ചാലും 20,000 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യങ്ങൾ വരെ അനായാസം ടാർഗറ്റ് ചെയ്യുവാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. അതായത് വേണ്ടി വന്നാൽ അമേരിക്കയിലും എത്തും. വെറും 50 മുതൽ 100 മീറ്റർ ഉയരത്തിൽ താഴ്ന്നു സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് മൂലം കഴിയുന്നതും എയർ ഡിഫൻസ് റേഡാറിന്റെ കണ്ണിൽപ്പെടാതെ പോകുവാനും സാധിക്കും ഈ മിസൈലുകൾക്ക്. ഈ മിസൈലിന്റെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ യൂണിറ്റിന്റെ നിർമ്മാണം നടക്കുമ്പോൾ നിറയെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. നിരവധി തവണ പരീക്ഷണ ഘട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നു. 2019 5 ആണവ ശാസ്ത്രജ്ഞന്മാരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. മിസൈലുകളുടെ വിക്ഷേപണ കേന്ദ്രം റഷ്യ ഇതുവരെയും അതീവ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അമേരിക്കയുടെ കണ്ണിൽ പെട്ടിരിക്കുകയാണ്. കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് സ്ഥാപനമായ പ്ലാനറ്റ് ലാബ്സിലെ 2 US ഗവേഷകരാണ് ഇപ്പോൾ ബ്യൂർവെസ്നിക് മിസൈലുകളുടെ വിക്ഷേപണ കേന്ദ്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. മോസ്കോയ്ക്ക് വടക്ക് ഏകദേശം 300 മൈൽ ദൂരെയാണ് ഈ സ്ഥലം. 9 ഹൊറിസോണ്ടൽ ലോഞ്ചിങ് പാഡുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. പുറത്തു വന്ന വാർത്തകളോട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയമോ വാഷിംഗ്ടണോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഈ വിഷയത്തിൽ മൗനത്തിലാണ്. ആണവായുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ചുള്ള നയം മാറ്റുമെന്ന് കഴിഞ്ഞ ദിവസം റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി സെർജി റെബ്കോവ് പറഞ്ഞിരുന്നു. 2020 വ്ളാദിമിർ പുടിൻ അംഗീകരിച്ച നയമനുസരിച്ച് ഏതെങ്കിലും ശത്രുക്കൾ ആണവായുധം ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ചാലോ അല്ലെങ്കിൽ റഷ്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും വിധമുള്ള ഒരു ആക്രമണമുണ്ടായാലോ ആണവായുധങ്ങൾ ഉപയോഗിക്കും എന്നായിരുന്നു റഷ്യയുടെ നയം. എന്നാൽ ഇപ്പോൾ അതിർത്തി ഗ്രാമങ്ങളിൽ യുക്രൈൻ സൈന്യത്തിന്റെ ഈ നുഴഞ്ഞുകയറ്റവും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് കൂടുതൽ പിന്തുണ നൽകുന്നുവെന്ന റഷ്യൻ ചിന്തകളാണ് നിലവിലെ ആണവായുധ നയം മാറ്റിയെഴുതുവാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. റഷ്യയുടെ ഈ ചുവടുമാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആണവായുധ നയം മാറ്റരുതെന്ന് ചൈന ഇന്നലെ റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ റഷ്യ ഇതെന്ത് ഭാവിച്ചാണെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.